don't wanna sleep in, cause I got something to prove. I gotta take what I hate and finally make a move. I think of you and all the ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ. അപ്പം നമ്മൾ ഇന്നൊരു പഴമയുടെ രുചിയിലേക്കാണ് പോകുന്നത്. പുത്തൻ തലമുറക്കാർക്ക് വേണ്ടിയിട്ടും ഇത് കഴിച്ചിട്ടില്ലാത്തവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമുക്ക് അതെന്താണെന്ന് നേരെ വീഡിയോയിലേക്ക് പോയി കാണാം. അപ്പം എന്താണ് എടുത്ത് വെച്ചേക്കുന്നത്? വൻപയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 250 ഗ്രാം വൻപയർ കാണും കേട്ടോ. അത് വെള്ളം നനക്കി ഒഴിച്ചിട്ട് നമ്മളൊരു 4 വിസിൽ കൊടുക്കുക കേട്ടോ. 4 വിസിൽ കൊടുക്കുമ്പോൾ അതൊരു ശക്കല ഇനിയും വേവ് കുറയത്തുള്ളൂ, അത്രേ വേണം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ പഴമയുടെ രുചി എന്ന് പറഞ്ഞാൽ ഈ സാധനം എന്താണെന്നറിയോ? ഏത്തക്കയുടെ തൊലി. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇത് മഞ്ഞൾപ്പൊടി വെള്ളത്തിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കിയതാണ്. പിന്നെ അടുത്തൊരു ടിപ്പ്, ഈ എണ്ണ ഞാനൊന്ന് തൂക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, ഈ കായും അങ്ങനെ കറയുള്ള ഐറ്റമൊക്കെ അരിയുമ്പോൾ നമ്മൾ ഇച്ചിരി എണ്ണ തൂക്കുവാണെങ്കിൽ കയ്യിൽ, ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കുവാണ് നമ്മുടെ കയ്യെ കറയൊന്നും പിടിക്കുകയില്ല. അതിനുള്ളൊരു ടിപ്പാണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി ഏത്തക്കയുടെ തൊലി അരിയുന്ന വിധം കണ്ടോണേ. നമ്മളെന്താ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വഴിയെ പറയാം കേട്ടോ. പെട്ടെന്ന് കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നില്ല. ഇങ്ങനെ പൊടിയായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമ്മളത് മഞ്ഞൾപ്പൊടി വെള്ളത്തിലോട്ട് അരിഞ്ഞിടുന്നത്. കാരണം ആ ഏത്തയ്ക്കാത്തൊലിയോ അല്ലെ ഏത്തയ്ക്ക കായോ എന്ത് കറി വെക്കണമെങ്കിൽ ഈ കറയുള്ള ഐറ്റം എല്ലാം മഞ്ഞൾപ്പൊടി വെള്ളത്തിനകത്ത് അരിഞ്ഞിടണം കേട്ടോ. എന്നാലേ അതിനെ കറുത്ത് കറക്കത്തില്ല സാധനം. അപ്പോൾ ഒരു മീഡിയം ടൈപ്പ് സവോള ഞാൻ അതുപോലെ തന്നെ പൊടിയായിട്ട് അരിഞ്ഞു വെക്കുക. അപ്പോൾ എൻ്റെ കൈ കണ്ടല്ലോ, കയ്യിൽ കറയൊന്നും പിടിച്ചിട്ടില്ലല്ലോ. അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തൊരു സാധനമാണ് തേങ്ങ. അരമുറി തേങ്ങ, 3 ചുവന്നുള്ളി, 1 വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറുജീരകം, ഒരു നുള്ള് ചെറുജീരകം മതി കേട്ടോ. പിന്നെ നമ്മുടെ കാന്താരി, പിന്നെ നമ്മുടെ തേങ്ങ അറിയാമല്ലോ, അരമുറിയ, 1 വെളുത്തുള്ളി, 1 അല്ലി മതി കേട്ടോ വെളുത്തുള്ളിയുടെ. അത്രയാണ് നമുക്ക് ഈ കറിക്ക് വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം കേട്ടോ, വഴിയെ കാണിച്ചു തരാം. അതങ്ങനെ അതവിടെ ഇരിക്കട്ടെ. ഇപ്പം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവോളയും ആ ഏത്തയ്ക്കാത്തൊലിയും കണ്ടല്ലോ എല്ലാവരും. ഇത് ഇങ്ങനെ അരിഞ്ഞ് വെക്കുക. അപ്പം നമ്മുടെ ഈ ഒരു 1/4 ഭാഗം വേവായി. എനിക്കൊരു 1/4 ഭാഗമേ ഉള്ളൂ. അപ്പോഴത്തേനും ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുക ചെയ്യുന്നത് കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തില്ലായിരുന്നു. നമ്മൾ വേവിക്കാൻ നേരം ഉപ്പൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം വെള്ളവും ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ഈ ഏത്തയ്ക്കാത്തൊലി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, ആ അരിഞ്ഞ് വെച്ചത് ഞാൻ ഓണത്തിന് ഉപ്പേരി വറക്കാൻ മേടിച്ചതിൻ്റെ ഏത്തയ്ക്കയുടെ തൊലി ഞാനെടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്ന ഇതൊന്ന് കറി വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അതും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർക്കുക കേട്ടോ. ചേർത്തിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അതായത് വെന്ത വൻപയറും വേകാത്ത ഈ ഏത്തയ്ക്കയുടെ തൊലിയും, ഏത്തയ്ക്കയുടെ തൊലി, ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി അരിഞ്ഞ് ചേർത്താൽ മതി. എനിക്കിവിടെ സവോള ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ സവോള അരിഞ്ഞ് ചേർത്തേക്കുന്നത്. ചെറിയുള്ളി ഉണ്ട്, പൊടിയായിട്ട് ചെറിയുള്ളി ഇതിൻ്റെ കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി ഒന്നിച്ചിളക്കി. ആവശ്യത്തിന് വെള്ളമുണ്ട് കേട്ടോ, അതിനകത്ത് ഇനിയും വെള്ളമുണ്ട്. ഇത് വേകാനുള്ള വെള്ളം കൂടി ചേർത്താണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കണക്ക് കൂട്ടി വേണം നിങ്ങൾ, വെള്ളം തീർത്തില്ലാതിരിക്കരുത്. ഇത് വേകാനുള്ള വെള്ളം കൂടി വേണം. എന്നിട്ട് നമ്മളിതെല്ലാം ഒന്ന് ഇളക്കി, മൊത്തത്തിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്, എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടെ വീണ്ടും ഒന്ന് ചേർക്കണം. നമ്മൾ മഞ്ഞൾപ്പൊടി ഓൾറെഡി വെച്ചിട്ടുണ്ട്. എന്തിനാ? ആ തേങ്ങയുടെ കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് കാണിച്ചു തരാം, വഴിയെ കാണിച്ചു തരാം. അപ്പോൾ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്തു, അതും ഒന്ന് ഈ മിക്സിൻ്റെ കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഞാൻ നേരെ ഇത് അടുപ്പിലേക്ക് വെക്കുകയാണ് ചെയ്യുന്നത്. വീണ്ടും അടച്ച് ഒറ്റ ഒരു വിസിൽ മാത്രം നമ്മൾ കൊടുത്താൽ മതിയാണ്. നമ്മുടെ കറിയുടെ ഏകദേശം കാര്യങ്ങളിലേക്ക് കടന്നു. അപ്പോൾ ഞാൻ പിന്നെ ആ തേങ്ങ എല്ലാം വെച്ചിരുന്ന എന്തിനാണെന്ന് കണ്ടോ, ഇതൊന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. തേങ്ങയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കുരുമുളക് പൊടി മുന്നേ നിൽക്കണം കേട്ടോ. അത് ഇങ്ങനെ ഒന്ന് ചതച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ കുക്കറിൽ അപ്പം നമ്മൾ 1-2 വിസിലൊക്കെ കൊടുത്തപ്പോഴത്തേനും ഈ കറി വെന്തു. അതാണ് ഇനി അടുത്തത് എന്താണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് നോക്കിയോ. അതും ഒരു ടിപ്പാണ് കേട്ടോ. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഉള്ളി അരിഞ്ഞിടുക. കടുവറ ആദ്യ ഭാഗം ഇതാണ്. കടുക് പെട്ടെന്ന് ഇട്ട് കഴിയുമ്പോൾ കടുകൊക്കെ പൊട്ടിത്തെറിക്കുക. അതുകൊണ്ട് ആദ്യം ഉള്ളി അങ്ങ് ഇടുക. ഉള്ളി ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോൾ മാത്രം നമ്മൾ
കൊണ്ടുവന്ന് കടുക് ഇട്ട് കൊടുക്കാവുള്ളൂ. അപ്പം കടുക് പൊട്ടിത്തെറിക്കത്തില്ല നമ്മുടെ ദേഹത്തോട്ടൊന്നും, ഉള്ളി അങ്ങനെ കിടക്കുമ്പം. അപ്പോൾ ആ ഉള്ളി മൂത്ത് വരുന്ന അനുസരിച്ചായിരിക്കും ഈ കടുക് പൊട്ടുന്നത്. അപ്പോൾ കടുക് പറയും ഒരു ടിപ്പ് പറഞ്ഞു തന്നു. അപ്പോൾ കടുക് ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ, ഉള്ളി ഒന്ന് മൂത്ത് വരുന്ന അനുസരിച്ച് നമ്മുടെ കടുക് ഒന്ന് പൊട്ടിത്തെറിക്കും. തെറിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ഒരു ഇൻഗ്രീഡിയൻസ് ഉണ്ട്. നമ്മുടെ കടുകുവറയുടെ മെയിൻ ഐറ്റം എന്താണ് നമ്മുടെ മെയിൻ ഐറ്റം? ദേ ഇരിക്കുന്നു, കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്തു. അതും ഒന്ന് പൊട്ടിത്തെറിക്കട്ടെ. കടുകുവറ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആ കടുകുവറ കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മിക്സിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന ആ സാധനം, ആ മിക്സ്, അതായത് നമ്മുടെ കാന്താരിമുളകും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചെറിയ ജീരകവും എല്ലാം കൂടി ചേർന്ന് തേങ്ങയായിട്ട് ഒതുക്കി വെച്ചിരിക്കുന്ന ആ മിക്സ് ഈ കടുവറയ്ക്കകത്തോട്ട് ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അതിൻ്റെ ആ പച്ചപ്പൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഞാൻ തോരൻ വെക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരും ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തോരൻ വെച്ചിട്ട് കടുക് വറുത്ത് ചേർക്കും. അങ്ങനെ പല രീതിയിൽ ചെയ്യും. ഞാൻ ഇങ്ങനെ കടുക് വറുത്തിട്ട് ഈ മിക്സ് അങ്ങോട്ട് ചേർത്ത് കഴിയുമ്പോൾ ആ പച്ചപ്പങ്ങ് മാറും. എന്നിട്ട് ശകലം വെള്ളവും ഉണ്ട് കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ. സാധനങ്ങളെല്ലാം വെന്തു. എന്നിട്ട് ഈ വൻപയറും ഈ ഏത്തയ്ക്കയുടെ തൊലിയും എല്ലാം കൂടി ഒന്ന് ഇളക്കി. വൻപയറിന് പകരം നമുക്ക് ചെറുപയർ വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഈ മിക്സ് എല്ലാം കൂടി നന്നായിട്ട് ഇളക്കിയിട്ട് ഒരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ അങ്ങോട്ട് ഒഴിച്ചാൽ ഉണ്ടല്ലോ, അടിപൊളി സാധനമാണ്. നിങ്ങളുടെ നാട്ടിലൊക്കെ ചിലപ്പം ഉപ്പേരി എന്ന് പറയുമായിരിക്കും, ഞങ്ങളുടെ നാട്ടിലൊക്കെ തോരൻ എന്ന് പറയും. വാഴയ്ക്ക തൊലിയും വൻപയറും ഇട്ട തോരനാണ്. കണ്ടല്ലോ, ഇങ്ങനത്തെ കറി ആരെങ്കിലും കൂട്ടിയിട്ടുണ്ടോ? അമ്മമാരാരെങ്കിലും വെച്ച് തന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ വല്യമ്മമാർ വെച്ച് തന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒന്ന് വെച്ച് നോക്കണം. അപാര ടേസ്റ്റാണ് കേട്ടോ. മക്കൾക്കൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം, അടിപൊളിയാണ്. അപ്പം നല്ല ഒരു പഴമയുടെ ഒരു കറി, അല്ല ഒരു തോരൻ ഞാൻ വെച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അടുത്ത് കാണുന്ന ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. ടാറ്റാ, ബൈ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.